ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു എജുപോർട്ട്. നമ്മുടെ ക്ലാസ്, നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഇന്ന് മിസ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു പഠിക്കാൻ വേണ്ടിയിട്ട്. ഏതായിരുന്നു? ഇച്ചു ഓർ ബിനിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അടിപൊളി ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്നു. ആ ചാപ്റ്ററിനകത്ത് നിന്ന് എക്സാമിന് നിങ്ങൾക്ക് നല്ല ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലെ? എക്സാമിന് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നല്ല ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് മിസ് വന്നിരിക്കുന്നത്. റെഡി അല്ലേ? ഇതായിരുന്നു നമ്മുടെ ചാപ്റ്റർ ഇച്ചു ഓർ ബിനിയ എന്ന് പറഞ്ഞിട്ടുള്ള അടിപൊളി കഹാനി ആയിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. റെഡി അല്ലേ? മിസ് പറഞ്ഞുതരാം ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നിങ്ങൾ എക്സാമിന് വേണ്ടിയിട്ട് നിർബന്ധമായിട്ടും പഠിക്കേണ്ട ക്വസ്റ്റ്യൻസ് ആണ് മിസ് പറഞ്ഞുതരാൻ പോകുന്നത്. റെഡി? നോക്കിയോളൂ. ആദ്യം തന്നെ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? മിസ് വായിക്കാം, നോക്കിയോ. ഇതെന്താണ്? ഒരുപാട് ഡയലോഗുകൾ കൊടുത്തിട്ടുണ്ട്. കണ്ടോ? ഈ ബോക്സിനകത്ത് എന്താ? ഒരുപാട് ഡയലോഗുകളാണ്. ഈ ഇച്ചുവും ബിനിയയും ഇവർ രണ്ടുപേരും ഇവർ രണ്ടുപേരും പറഞ്ഞിട്ടുള്ള ആ കഥയിൽ അവർ സംസാരിച്ചിട്ടുള്ള അവരുടെ ഒരുപാട് ഡയലോഗുകളാണ് അല്ലെ? കഥാപാത്രങ്ങളുടെ സംസാരങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് വായിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഏത് ഡയലോഗ് ആരാണ് പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ മിസ് പറഞ്ഞു തരാൻ നോക്കിയേ. मैम अकेले नहीं हम बहुत सारी चींटियां आएगी. അതാരാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് കണ്ടുപിടിച്ച് എഴുതണം. അടുത്തത് ഹാ അരെ നഹി ഗുദ്ഗുദി ഹോഗി. അതാരാ പറഞ്ഞിട്ടുള്ളതെന്ന് കണ്ടുപിടിച്ച് എഴുതണം. മനസ്സിലായല്ലോ? ഡയലോഗുകൾ തരും, ഏത് കഥാപാത്രമാണ് പറഞ്ഞത് എന്ന് നിങ്ങൾ എടുത്ത് എഴുതണം. റെഡിയാണ്? അപ്പം ആദ്യത്തത് ഏതാണ്? മേം അകേലെ നഹി ഹം ബഹൂത് സാരി ചീണ്ടിയാം ആയേഗി. എന്താണ്? മേം അകേലെ നെഹി. അകേലെ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒറ്റയ്ക്കല്ല. എന്താണ്? ഞാൻ ഒറ്റയ്ക്കല്ല. പിന്നെ എങ്ങനെയാണ്? ബഹൂത് സാരി. ബഹൂത് സാരി എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെയധികം. ആരുണ്ടെന്നാ പറഞ്ഞിരിക്കുന്നേ? ചീണ്ടിയാം ആയേഗി. ഞാൻ ഒറ്റയ്ക്കല്ല, ഞങ്ങൾ ഒരുപാട് ഉറുമ്പുകളാണ് വരുന്നത്. ഇതാരാ പറഞ്ഞിട്ടുണ്ടായിരുന്നേ ഈ കഥയില്? ഇച്ചു ആണോ ബിനിയയാണോ? ഉറുമ്പാകുമെന്ന്, ചീണ്ടി അല്ലെ, ചീടിയാവുമെന്ന് ആരാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കിയോ. ഏതാണ്? ബിനിയയാണ് പറഞ്ഞിട്ടുള്ളത്. ബിനിയ എന്താ പറഞ്ഞിരിക്കുന്നേ? മേം അകേലെ നെഹി ഹം ബഹൂത് സാരി ചീണ്ടിയാം ആയേഗി. ഞാൻ ഒറ്റയ്ക്കല്ല, ഞങ്ങൾ ഒരുപാട് ഉറുമ്പുകളായിട്ടാണ് വരിക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരാ പറഞ്ഞത്? ബിനിയയാണ്. അടുത്ത നോക്കിയോ. എന്താണ് അടുത്തത്? ഹോ അരേ നെഹി ഗുദ്ഗുദി ഹോഗി. ഓ വേണ്ട, എനിക്ക് കിക്കിലി ആവില്ലേ അല്ലെ, എനിക്ക് കിക്കിലി ആവില്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഇച്ചു ആയിരുന്നു അത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അടുത്തത് ഏതാണ്? മേം ഖന്ന ബൻ ജാത്താ ഹൂം. ഞാനൊരു കരിമ്പായിട്ട് മാറും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഖന്ന എന്ന് പറഞ്ഞാല് കരിമ്പ്. ഞാനൊരു കരിമ്പാവാം, കരിമ്പായി മാറാം എന്ന് പറഞ്ഞത് ആരായിരുന്നുടാ? ഇച്ചു ആയിരുന്നു അല്ലേ? ഇച്ചു ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അടുത്തതോ? ഗുദ്ഗുദി നെഹി ഹോഗി. ഇക്കിലി ഒന്നും ആവില്ലടാ അല്ലെ, ഇക്കിലി ഒന്നും ആവില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് ആരായിരുന്നു? ബിനിയയായിരുന്നു. റെഡി അല്ലേ? അടുത്തത് ദോനോം സാത് സാത് രഹേഗി. രണ്ടുപേർക്കും ഒരുമിച്ച് നിൽക്കാലോ, രണ്ടുപേർക്കും ഒരുമിച്ച് താമസിക്കാലോ എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നോ കഥയില്? അതാരാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഇച്ചു ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ നിങ്ങളുടെ അടുത്ത് പരീക്ഷയ്ക്ക് ഇങ്ങനത്തെ ചോദ്യം ചോദിക്കും, ഒരുപാട് ഡയലോഗുകൾ തരും. ആ ഡയലോഗ് ആരാണ് പറഞ്ഞത് എന്ന് നിങ്ങൾ കണ്ടുപിടിച്ച് എഴുതേണ്ടി വരും. റെഡി അല്ലേ? സെറ്റ് അല്ലേ? അടുത്ത ചോദ്യം നോക്കിയോ. യെസ്, അതേപോലെ തന്നെ ഉള്ള ഒരു ചോദ്യമാണ്. കോൻ പോല. ആരാണ് പറഞ്ഞത്? ആരാ പറഞ്ഞിരിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ ബിനിയയുടെയും ഇച്ചുടെയും ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കുറച്ച് ഡയലോഗുകൾ കൊടുത്തിട്ടുണ്ട്. എന്താണ് ആദ്യത്തത്? മേം ചീണ്ടി ബന്ന ചാത്തി ഹൂ. എനിക്ക് ഉറുമ്പായി മാറാനാണ് ആഗ്രഹം, എനിക്ക് ഉറുമ്പാവാനാണ് ഇഷ്ടം. അടുത്തത് മേം ഗന്ന ബൻ ജാത്താ ഹൂ. എനിക്ക് കരിമ്പായി മാറാനാണ് ഇഷ്ടം അല്ലെ, ഞാൻ കരിമ്പായിട്ട് മാറും. അടുത്തത് മുജ്കോ പാനി മേ മസേ സേ പടേ രഹ്ന അച്ഛാ ലഗ്താ ഹേ. എനിക്ക് വെള്ളത്തിൽ നല്ല രസത്തിൽ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് നല്ല ഇഷ്ടമാണ് എന്ന് പറഞ്ഞു. അടുത്തതോ? ഹം ബഹൂത് സാരി ചീണ്ടിയാമായേഗി. ഞങ്ങൾ ഒരുപാട് ഉറുമ്പുകളാണ് വരിക. ഈ 4 ഡയലോഗുകള് ആരാണ് പറഞ്ഞത് എന്ന് എഴുതണം. റെഡി അല്ലേ? മേം ചീണ്ടി ബന്ന ചാത്തി ഹൂം. എന്താണ്? എനിക്ക് ഉറുമ്പാവാനാണ് ഇഷ്ടം എന്ന് പറഞ്ഞത് ആരാണ്? മാറിപ്പോവരുത് കേട്ടോ. ആരാ പറഞ്ഞിട്ടുണ്ടായിരുന്നേ? ബിനിയയാണ് ആദ്യം പറഞ്ഞത്. അടുത്തതോ?
മേം ഖന്ന ബൻ ജാത്താ ഹൂം, എനിക്ക് കരിമ്പാവാനാണ് ഇഷ്ടം, ഞാൻ കരിമ്പാണ് ആവുന്നത് എന്ന് പറഞ്ഞത് ആരാണ്? ഇച്ചു ആയിരുന്നു. അടുത്തത് മുജുക്കോ പാനിമേം മസേമേം പടേ രഹ്ന അച്ഛാ ലഗ്താ ഹേ, എനിക്ക് വെള്ളത്തിൽ നിൽക്കാൻ വേണ്ടിയിട്ട് നല്ല ഇഷ്ടമാണ്, വെള്ളത്തിൽ ഇങ്ങനെ ഇരിക്കാൻ നല്ല ഇഷ്ടമാണ് എന്ന് പറഞ്ഞ ആരായിരുന്നു? ഇച്ചു അല്ലേടാ, ഇച്ചു ആണ് പറഞ്ഞത്. ലാസ്റ്റിലതോ ഹം ബഹൂത് സാരി ചീണ്ടിയാ മായേഗി, ഞങ്ങൾ ഒരുപാട് ഉറുമ്പുകളായിട്ടാണ് വരിക, ബിന്നിയെയാണ് പറഞ്ഞത്. മനസ്സിലായോ? എക്സാമിന് എന്തായാലും ഇങ്ങനത്തെ ചോദ്യം ചോദിക്കും കേട്ടോ, ഡയലോഗുകൾ തരും, ആരാണ് പറഞ്ഞത് എന്ന് നിങ്ങളുടെ അടുത്ത് ബോക്സിലാക്കി ഇങ്ങനെ എഴുതാൻ പറയും. അപ്പൊ സെറ്റ് അല്ലേ? അത് റെഡി അല്ലേ? നന്നാക്കി പഠിക്കണം കേട്ടോ. ഇനി അടുത്ത നോക്കിയേ, എന്താണ്? चींटियां मिलकर गाती है, मिलकर घर बनाती है, मिलकर रहती है. ഇത് നിങ്ങളുടെ കഥയിൽ ഉണ്ടായിരുന്നതാണ് ഈ പറഞ്ഞത്. ഇതേപോലെ നിങ്ങൾക്ക് എക്സാമിന് എന്താണ് നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ തരും. എന്താണിത്? മിസ് അർത്ഥം പറഞ്ഞുതരാം. ചീണ്ടിയാ മിൽക്കർ ഗാത്തി ഹേ, ഉറുമ്പുകള് ഒരുമിച്ചാണ് കഴിക്കുന്നത്. മിൽക്കർ നമ്മൾ കഥയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മിൽക്കർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുമിച്ച്, ഗാത്തി ഹേ കഴിക്കുന്നത് അല്ലെ, ഉറുമ്പുകൾ ഒരുമിച്ചാണ് കഴിക്കുന്നത്. പിന്നെന്താ അവർ ഒരുമിച്ച് ചെയ്യുന്നത്? മിൽക്കർ ഗർ ബനാത്തി ഹേ, ഗർ ബനാത്തി വീടുണ്ടാക്കുന്നത് ഒരുമിച്ചാണ്. ഗർ എന്ന് പറഞ്ഞാൽ വീടാണ്, വീടുണ്ടാക്കിയത് ഒരുമിച്ചാണ്. അടുത്തതോ മിൽക്കർ രഹ്തി ഹേ, രഹ്തി ഹേ എന്ന് പറഞ്ഞാൽ എന്താണ്? താമസിക്കുന്നത് എങ്ങനെയാണ്? ഒരുമിച്ചാണ് ഉറുമ്പുകള്. ഇനി എന്താ നിങ്ങളുടെ അടുത്ത് ചോദിച്ചേ? മിസ്സിന്റെ മക്കളുടെ അടുത്ത് എന്താ ചോദിക്കുന്നത്? ഏകദാമേ ബൽഹേ, കണ്ടോ? ഏകദാമേ ബൽഹേ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏകതയാണ് എന്ത്? ശക്തി, ഐക്യമാണ് ശക്തി. ഏകത എന്ന് പറഞ്ഞാൽ എന്താണ്? ഐക്യം. ഓക്കെ, ഐക്യം എന്ന് പറഞ്ഞാൽ എന്താ? യൂണിറ്റി. ഒരുമിച്ച് നിൽക്കൂലേ എല്ലാരും, ഒരുമിച്ച് ഒരു ഒറ്റക്കെട്ടായിട്ട് നിൽക്കൂലേ? എന്താണ്? തല്ലും ബഹളവും ഒന്നുമില്ലാതെ എല്ലാരും ഒരുമിച്ച് നിൽക്കുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? ഐക്യം, ഏകത എന്ന് പറയുന്നത്. ഏകദാമേ ബൽഹേ എന്ന് പറഞ്ഞാല് ഐക്യമാണ് ശക്തി അല്ലേ? എന്താണ്? ഐക്യമാണ് ബൽ, ശക്തി. ഇനി അതിനെ കുറിച്ചിട്ട് എന്ത് തയ്യാറാക്കാനാ മിസ്സിന്റെ മക്കളെ അടുത്ത് പറഞ്ഞിരിക്കുന്നേ? വിഷയ് പർ പോസ്റ്റർ തയ്യാർ കരേം. കണ്ടോ? വിഷയ് പർ പോസ്റ്റർ തയ്യാർ കരേം, നിങ്ങളുടെ അടുത്ത് ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എന്തിനെ കുറിച്ചിട്ട്? ഏകദാമേ ബൽഹേ. കണ്ടോ? ഏകദാമേ ബൽഹേ, ഏകദം അതായത് ഐക്യമാണ് ശക്തി, അതിനെ കുറിച്ചിട്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കണം. എന്തായാലും നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ വരും കേട്ടോ ഈ ചോദ്യം, ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ. ഏകതയെ, യൂണിറ്റി, ഐക്യം അല്ലെ? റെഡിയാണ്? അപ്പൊ ദേ മിസ്സിവിടെ തന്നിരിക്കുന്നേ നോക്കിയേ. ആദ്യം തന്നെ നമ്മൾ പോസ്റ്ററിൽ എന്ത് കൊടുക്കണം? ഹെഡിങ് കൊടുക്കണം. എന്താണ് നമ്മുടെ അടുത്ത് തയ്യാറാക്കാൻ പറഞ്ഞിരിക്കുന്നത്? ദേ ഇവിടെ ചോദ്യത്തിൽ കണ്ടോ? ദേ ഏകദാമേ ബൽഹേ, എന്താണ്? ഐക്യമാണ് ശക്തി. അപ്പൊ നമുക്ക് അത് തന്നെ എടുത്തിട്ട് ഹെഡിങ് കൊടുക്കാം. ദേ ഏകദാമേ ബൽഹേ, കണ്ടോ? ഏകദാമേ ബൽഹേ എന്ന് നമ്മൾ ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് ഏകതയെ കുറിച്ചിട്ട്, ഐക്യത്തിനെ കുറിച്ചിട്ട് ഒരു 2 വരി നിങ്ങൾ എഴുതിയാൽ മതി. അപ്പൊ തന്നെ നിങ്ങളുടെ പോസ്റ്റർ അടിപൊളിയായി സെറ്റായി. ദേമസിയോട് എന്താ കൊടുത്തിരിക്കുന്നത് നോക്കിയോ മിസ്സിന്റെ മക്കൾ, നോക്കിയോ കേട്ടോ. ജിസ് തരഹ ചീണ്ടിയോ മിൽക്കർ അപ്നാ ബനാനി ഹേ, ഉസി തരഹ് ഹം ഭി മിൽക്കർ ബഡേ കാം കർ സക്തേ ഹേ. എന്താ പറഞ്ഞിരിക്കുന്നേ? ജിസ് തരഹ് എങ്ങനെയാണോ, ചീണ്ടിയാ മിൽക്കർ അപ്നാ ബനാനി ഹേ, ഉറുമ്പുകൾ ഒരുമിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണോ അതുപോലെ മനുഷ്യന്മാര് ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് വലിയ വലിയ ജോലികൾ ചെയ്യാം എന്നാ പറഞ്ഞത്. മനസ്സിലായോ? ഉറുമ്പുകൾ എങ്ങനെയാണോ, ചീണ്ടിയാം എങ്ങനെയാണോ ഒരുമിച്ച് നിന്നിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, അതേപോലെ തന്നെ മനുഷ്യന്മാരല്ലേ, നമ്മൾ മനുഷ്യന്മാര് ഒരുമിച്ച് ഒരു ബുദ്ധിമുട്ടുകളും ഒരു കച്ചറയും വഴക്കും തല്ലും ഒന്നും ഇല്ലാതെ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാല് നമുക്ക് വലിയ 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 ജോലികളൊക്കെ ചെയ്യാം, ഒരുമിച്ച് ചെയ്യാം എന്നാണ് പറഞ്ഞത്. റെഡിയാണോ? ജിസ് തരഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? എങ്ങനെയാണോ, എങ്ങനെയാണോ? ചീണ്ടിയാ മിൽക്കർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉറുമ്പുകൾ ഒരുമിച്ച് അല്ലെ? എങ്ങനെയാണോ ഉറുമ്പുകൾ ഒരുമിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, ഉസി തരഹ്, ഉസി തരഹ് എന്ന് പറഞ്ഞാല് അതുപോലെ. ഓക്കെ, അതുപോലെ ഹം ഭി മിൽക്കർ ബഡേ കാം കർ സക്തേ ഹേ, നമ്മൾ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ, ഹം ഭി എന്ന് പറഞ്ഞാല് നമ്മളും, ഹം ഭി നമ്മളും
അല്ലെ നമ്മൾ എന്ന് പറഞ്ഞാലും മനുഷ്യർ ഒരുമിച്ചാൽ എന്ത് ചെയ്യാം നമുക്ക് പഠിക്കാം വലിയ കാര്യങ്ങള് നേടിയെടുക്കാം അല്ലെ വലിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം അല്ലെ ഏകതയാണ് യൂണിറ്റി ആണ് മനുഷ്യന്മാര് ഒരു കച്ചറയും വഴക്കൊന്നും ഇല്ലാതെ ഒരുമിച്ച് നിൽക്കണം എന്നാണ് പറഞ്ഞത് സെറ്റ് അല്ലേ റെഡി അല്ലേ നമ്മുടെ ഇച്ചു ഓർ ബിനിയ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിനകത്ത് നിന്ന് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ള 2-3 ചോദ്യങ്ങളാണ് മിസ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത് സെറ്റ് അല്ലേ എല്ലാരും നന്നാക്കി പഠിക്കാൻ തുടങ്ങിയിട്ടില്ലേ എല്ലാരും നന്നാക്കി പഠിക്കണം കേട്ടോ റെഡി അല്ലേ നമ്മുടെ ഇച്ചു ഓർ ബിനിയ ഒരു കുഞ്ഞു കഥയാണ് മിസ് പറഞ്ഞു തന്നിട്ടുള്ള ഈ ചോദ്യങ്ങളൊക്കെ മിസ്സിന്റെ മക്കൾ നന്നാക്കിയിട്ട് പഠിക്കണം കേട്ടോ നിങ്ങൾക്ക് ചോദ്യപേപ്പറിൽ ഉറപ്പായിട്ടും ഈ ചോദ്യം വരുവേ റെഡി അല്ലേ മക്കളെ യെസ് അപ്പൊ എല്ലാവരും അടിപൊളിയാക്കി സെറ്റ് ആക്കി പഠിച്ചോ താങ്ക് യു യെസ്